ഹായ് ഫ്രണ്ട്സ്, വിക്രമിൻ്റെയും വേദയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാധ പറയുന്നത് കേട്ട് വിക്രം വേഗം തന്നെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. വീട്ടിലെത്തിയ ഉടനെ അമ്മേ എന്ന് വിളിച്ച് അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോൾ വേദ കൈ പിടിച്ച് പിറകോട്ട് വലിച്ചിട്ട് പറയുന്നുണ്ട്, വിക്രം അങ്ങോട്ട് പോവരുത് എന്ന് പറയുകയാണ്. അപ്പോൾ തിരിഞ്ഞു നിന്ന് വിക്രം ചോദിക്കുന്നുണ്ട്, നീ എന്താടി നീ എൻ്റെ അമ്മയെ കാണാനും സമ്മതിക്കത്തില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, അത് അമ്മ ഇപ്പോൾ ഉറങ്ങുകയാണ്. ഇപ്പോൾ നിങ്ങൾ അങ്ങോട്ട് ചെന്നാൽ അച്ഛൻ ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ അച്ഛൻ ദേഷ്യപ്പെടും. അത് കേട്ട് അമ്മ ഉണരും. നിങ്ങൾക്ക് അമ്മയുടെ സമാധാനമാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ നിങ്ങളിപ്പോഴും അങ്ങോട്ട് പോകണ്ട എന്ന് പറയുകയാണ്. ഇത് കേൾക്കുന്ന വിക്രം തൻ്റെ റൂമിലേക്ക് തന്നെ മടങ്ങി പോവുകയാണ്. പിന്നീട് വേദ വിക്രമിൻ്റെ റൂമിലോട്ട് ചെന്നിട്ട് പറയുന്നുണ്ട്, ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന സമയത്താണ് തിരിച്ചു വരുന്ന സമയത്താണ് ഇതെല്ലാം സംഭവിച്ചത്. നിങ്ങളുടെ സുഹൃത്താണെന്ന് അത്രയും അമ്മയുടെ അടുത്ത് പറഞ്ഞത്. എന്നിട്ട് അവർ നിങ്ങൾക്ക് ആപത്ത് വരുന്നുണ്ടെന്നും അത് ശ്രദ്ധിക്കാൻ പറയണം വിക്രമിനോട് എന്നും പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് പിറകെ നിന്നും ബൈക്കിൽ വരുന്ന ആളുകൾ അമ്മയെ വെട്ടാൻ തുടങ്ങി. അച്ഛൻ പിടിച്ചു മാറ്റിയതുകൊണ്ടാണ് അമ്മ രക്ഷപ്പെട്ടതെന്നാണ് പറയുന്നത്. അവരെ അമ്മ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞത്. നിങ്ങളുടെ ഗുണ്ടാ സംഘത്തിൽപ്പെട്ട ആരെയെങ്കിലും ഇതിനു മുൻപ് ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ? അമ്മയും അച്ഛനെയും അറിയുന്ന ആളുകളാണ് അവർ. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ സംഭവിച്ചത് എന്ന് വേദ ചോദിക്കുകയാണ്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, ഞാൻ അങ്ങനെയൊന്നും ആരെയും ഇവിടെ വിളിച്ച് കൊണ്ടുവന്നിട്ടില്ല. പിന്നെ അച്ഛൻ വിളിച്ച് പറയുന്നത് പോലെ ഞാൻ ഒരു ഗുണ്ടാ സംഘവുമായിട്ടും എനിക്കൊരു ബന്ധവുമില്ല എന്ന് വിക്രം പറയുന്നുണ്ട്. ഓ, ഹീറോയിസം കാണിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെന്ന് അടിയുണ്ടാക്കുന്നത് അതുകൊണ്ടാണല്ലോ അല്ലേ? നിങ്ങൾ ആരാണെന്നാണ് നിങ്ങളുടെ വിചാരം? വല്ല സിനിമാ നടനാണെന്നാണോ വിചാരം എന്ന് ചോദിക്കുകയാണ് വേദ. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, നീ എന്തിനാടി ഉപദേശിക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? അതിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇവിടെ ഇഷ്ടം പോലെ ആളുകളുണ്ടെന്ന് വിക്രമും പറയുന്നുണ്ട്. പിന്നീട് വേദ പറയുന്നുണ്ട്, എന്നിട്ടും നിങ്ങൾ നന്നാവുന്നില്ലല്ലോ. ഇത്രയും നാൾ നിങ്ങൾ ചെയ്തു കൂട്ടിയതിനുള്ള ചെയ്തു കൂട്ടിയ കാര്യങ്ങൾക്കുള്ള തിരിച്ചടിയാണ് ഇപ്പോൾ കിട്ടിത്തുടങ്ങുന്നത്. നിങ്ങളുടെ എതിരാളികൾക്ക് നിങ്ങളെ ഇല്ലാതാക്കാനല്ല താല്പര്യം, നിങ്ങളുടെ വേണ്ടപ്പെട്ടവരെ ഉപദ്രവിക്കാനാണ് താല്പര്യം എന്ന് പറയുന്നുണ്ട് വേദ. ഇനി ഇതിൻ്റെ പേരും പറഞ്ഞ് നിങ്ങൾ പകരം വീട്ടാനൊന്നും പോകരുത് എന്ന് വേദ പറയുമ്പോൾ നാട്ടിലുള്ള ആണുങ്ങളെ പകരം ചോദിക്കാൻ പോവും. പോലീസിനെ കാത്തൊന്നും ഇരിക്കത്തില്ല എന്ന് വിക്രം പറയുന്നുണ്ട്. അപ്പോൾ വേദ പറയുന്നുണ്ട്, വീട്ടിലുള്ള അച്ഛനെയും അമ്മേനെയൊക്കെ ആലോചിച്ചിട്ട് നിങ്ങൾ പോകരുത് എന്ന് പറഞ്ഞ് വേദ അങ്ങോട്ട് പോവുകയാണ്. പിന്നീട് വിക്രം ശ്രീനി സാറിനെ കോൾ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. വിക്രം പറയുന്നുണ്ട്, സാർ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇന്ന് രാവിലെ എൻ്റെ അമ്മയുടെ നേരെ ഒരു ആക്രമണം ഉണ്ടായി എന്ന് പറയുകയാണ്. അപ്പോൾ ശ്രീനി സാറ് ചോദിക്കുന്നുണ്ട്, നിൻ്റെ അമ്മയുടെ നേരെയോ? അതെ സാർ, അമ്മ അമ്പലത്തിലേക്ക് പോകുന്ന സമയത്ത് ഇങ്ങനെ ഉണ്ടായി എന്നുള്ള എല്ലാ വിവരങ്ങളും രാധയും വേദയെല്ലാം പറഞ്ഞതനുസരിച്ച് എല്ലാ കാര്യങ്ങളും വിക്രം ശ്രീനി സാറിൻ്റെ അടുത്ത് പറയുകയാണ്. വിക്രം എസ് ഐ സാബുവിനെ അടിച്ച് വിവരമെല്ലാം വിക്രം പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ശ്രീനി സാറ് പറയുന്നുണ്ട്, അത് സാജനെ നീ അടിക്കാൻ പാടില്ലായിരുന്നു, അത് ഒഴിവാക്കേണ്ടതായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ നീ നേരിട്ട് ഇതിലൊന്നും ഇടപെടേണ്ട, ഞാൻ എൻ്റെ ആളുകളെ വിട്ട് അന്വേഷിക്കട്ടെ, എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറയുകയാണ്. പിന്നീട് കമലാമ്മ സെറ്റും മുണ്ടൊക്കെ എടുത്ത് അമ്പലത്തിൽ പോകാൻ റെഡി ആയിട്ട് വരികയാണ്. അപ്പോഴാണ് മാഷ് അങ്ങോട്ട് പച്ചക്കറികളൊക്കെ പറമ്പിൽ നിന്നും ഉള്ള പച്ചക്കറികളൊക്കെ പറിച്ച് അങ്ങോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ കമലാമ്മ ചോദിക്കുന്നുണ്ട്, എന്താ മാഷേ, അമ്പലത്തിൽ പോകണമെന്ന് ഞാൻ രാവിലെ തന്നെ പറഞ്ഞതല്ലേ, എന്നിട്ട് എന്താ ഒന്നും റെഡി ആയില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മാഷ് പറയുന്നുണ്ട്, കമലേ, ഞാൻ റെഡിയായി നിന്നാൽ ഇതൊക്കെ ആരാ ശ്രദ്ധിക്കുക, ഇതൊക്കെ പറിക്കണ്ടേ എന്നപ്പോൾ ചോദിക്കുകയാണ്. അപ്പോൾ ഇതങ്ങോട്ട് വെക്കുക, ശ്രീജയെ എന്ന് വിളിക്കുകയാണ്. ശ്രീജനെ വിളിക്കുമ്പോൾ വേദയാണ് അകത്തുനിന്ന് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ വേദ വേഗം കൈ നീട്ടും പച്ചക്കറികൾ എടുത്ത് വെക്കാനായിട്ട്. പക്ഷേ മാഷിനത് ഇഷ്ടപ്പെടുന്നില്ല. മാഷ് അത് താഴെ വെക്കുകയാണ്. അപ്പോൾ വേദ കമലാമ്മയുടെ മുഖത്തേക്ക് നോക്കി വളരെ വിഷമത്തോടെ നിൽക്കുന്നുണ്ട്. പിന്നീട് ശ്രീജ അകത്തുനിന്ന് വരുന്നുണ്ട്. അപ്പോൾ ശ്രീജയോട് വേദ ചോദിക്കുന്നുണ്ട്, എന്താ ശ്രീജേച്ചി അമ്മ പതിവില്ലാതെ അമ്പലത്തിലേക്കൊക്കെ പോകുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നീ അറിഞ്ഞില്ലേ വേദേ, ഇന്ന് അച്ഛൻ്റെ പിറന്നാളാണെന്ന് ശ്രീജ പറയുന്നുണ്ട്. അപ്പോൾ വേദയ്ക്ക് നല്ല സന്തോഷം വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്നിട്ടാണോ ഇവിടെ ഒരു വിശേഷത്തിൻ്റെ ഒരു ഇതും കാണുന്നില്ലല്ലോ. അപ്പോൾ ഇവർ അമ്പലത്തിൽ നിന്ന് വരുമ്പോഴേക്കും നമുക്ക് സദ്യവട്ടം ഒരുക്കാം ചേച്ചി എന്ന് പറയുകയാണ്. നമ്മളെ സഹായിക്കാനായിട്ട് നന്ദിനിയെടുത്തി ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഇതെല്ലാം കേട്ട് മാഷ് പറയുന്നുണ്ട്, കമല, ഇവിടെ 2-3 പേർക്ക് കഷ്ടിച്ച് കഴിഞ്ഞുകൂടാനുള്ള വക മാത്രമേ ഒരു മാസത്തേക്കുള്ളത് ഞാൻ തൻ്റെ അടുത്ത് പച്ചക്കറികളും കായ്കറികളും എല്ലാം
തന്നിട്ടുള്ളത്, കൊണ്ടുവന്ന് തന്നിട്ടുള്ളത്. അത് എടുത്ത് ഇന്നൊരു ദിവസത്തേക്ക് തന്നെ തീർത്തിട്ട് നിങ്ങൾ ഈ കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഒരാഘോഷവും ഇവിടെ വേണ്ട എന്ന് പറയുകയാണ്. അത് കേട്ട് വേദയ്ക്ക് വിഷമമാവുന്നുണ്ട്. വേദ പറയുന്നുണ്ട്, ഇന്നത്തെ ചിലവ് ഞാൻ എടുത്തോളാം എന്ന് പറയാണ്. ഇത് കേൾക്കുന്ന മാഷിന് ദേഷ്യം വരികയാണ്. എന്നിട്ട് തിരിഞ്ഞ് നിന്ന് പറയുന്നുണ്ട്, പണക്കാരിയാണെന്നറിയാം, ആവശ്യം പോലെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ബാങ്ക് ബാലൻസ് ആയിട്ട് ഒരുപാട് പൈസ ഉണ്ടാവുമെന്നും അറിയാം. പക്ഷേ അതൊന്നും എടുത്ത് എൻ്റെ കുടുംബത്തിൽ ചിലവാക്കണ്ട, അങ്ങനെ ചിലവാക്കാമെന്ന് വിചാരിക്കുകയും വേണ്ട എന്ന് പറയുകയാണ് മാഷ്. പിന്നീട് മാഷ് കമലാമ്മയോട് ചോദിക്കുന്നുണ്ട്, കമലേ, ഇത് നിങ്ങളെല്ലാവരും കൂടിയുള്ളൊരു നാടകമാണോ എന്ന് ചോദിക്കുമ്പോൾ കമലാമ്മ, എന്താ മാഷേ പറയുന്നത്, എനിക്കൊന്നും അറിയില്ല എന്ന് പറയണം. ഇത് കേൾക്കുന്ന വേദ പറയുന്നുണ്ട്, ഇതിലെന്താ ഒരു നാടകം കളിക്കാനുള്ളത്, വീട്ടിലൊരു ആവശ്യം വരുമ്പോൾ, ഒരു കാര്യം വരുമ്പോൾ ഞാൻ ചിലവഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിലെന്തിനാ ഒരു നാടകത്തിൻ്റെ ആവശ്യം ഇല്ലല്ലോ എന്ന് പറയുകയാണ്. പിന്നീട് നന്ദിനി പറയുന്നുണ്ട്, അച്ഛൻ്റെ പിറന്നാളൊക്കെ ഏറ്റെടുത്ത് നടത്തിക്കോളാം എന്ന് പറയാൻ ഈ വീട്ടിൽ ആരാ നീ എന്ന് ചോദിക്കുകയാണ് വേദയുടെ അടുത്ത്. വേദ പറയുന്നുണ്ട്, നന്ദിനി അടുത്തേക്ക് എന്ത് സ്ഥാനമാണോ ഈ വീട്ടിലുള്ളത് അതേ സ്ഥാനം എനിക്കും ഉണ്ടെന്ന് പറയാണ്. പിന്നെ നമ്മൾ തമ്മിലൊരു വ്യത്യാസമുണ്ട് എന്ന് പറയാണ്. അപ്പം ഇത് കേൾക്കുന്ന നന്ദിനി എന്ത് വ്യത്യാസം എന്ന് ചോദിക്കുമ്പോൾ വേദ, അത് ഞാൻ എന്തായാലും പറയുന്നില്ല എന്ന് പറഞ്ഞ് പോകാൻ നിൽക്കുമ്പോൾ നന്ദിനി, നിൽക്ക് അത് പറഞ്ഞിട്ട് നീ പോയാൽ മതി എന്ന് പറയുമ്പോൾ എന്നെക്കാളും 3 സാധനം ചേച്ചിക്ക് കൂടുതലുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നന്ദിനി, അതെന്താ അത് പറഞ്ഞിട്ട് പോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വേദ പറയും, അത് കുനിട്ടും കുന്നായ്മയും കുറച്ച് കുശുമ്പും കൂടുതലുണ്ടെന്ന് പറയുകയാണ്. ഇത് കേൾക്കുന്ന ശ്രീജയും കമലാമ്മയും ചിരിക്കുന്നുണ്ട്. പിന്നീട് അവരങ്ങ് അകത്തേക്ക് പോവുകയാണ്. പിന്നീട് മാഷ് കമലാമ്മയും അമ്പലത്തിൽ പോകുന്നതാണ് കാണിക്കുന്നത്. കമലാമ്മ പറയുന്നതിന്, ഇന്നൊരു നല്ല ദിവസമായിട്ട് എന്തിനാ മാഷേ ആ കുട്ടിയോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചത്, ആ കുട്ടി നല്ലത് വിചാരിച്ചിട്ടല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞത്, മാഷ് വീട്ടു ചിലവിനുള്ള സാധനങ്ങൾ എടുത്ത് ഉപയോഗിക്കേണ്ട എന്ന് പറഞ്ഞതുകൊണ്ടല്ലേ ആ മോള് കയ്യിലുള്ള കാശ് കൊണ്ട് ചിലവാക്കാം എന്ന് വിചാരിച്ചത്, അത് നല്ലത് മനസ്സിൽ നല്ലത് തോന്നിയിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞത്, അല്ലാതെ മാഷ് വിചാരിക്കുന്നത് പോലെ തെറ്റായൊരു ചിന്ത കൊണ്ടല്ല എന്ന് പറയുകയാണ്. മാഷ് പറയുന്നുണ്ട്, ഇപ്പോൾ നീയും മറ്റുള്ളവരും അവളെ ഈ വീട്ടിലൊരു അംഗമായി കരുതി തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ അങ്ങനെ കരുതില്ല. ഞാൻ അങ്ങനെ കരുതി കഴിഞ്ഞാൽ പിന്നീട് ആ കുട്ടിക്ക് തന്നെയാണ് അത് ദോഷം ചെയ്യുക എന്ന് പറയുന്നുണ്ട്. പിന്നീട് വേദ വിക്രമിൻ്റെ റൂമിലേക്ക് ചെന്ന് വിക്രമിനെ വിളിക്കാനായിട്ട് ചെല്ലുകയാണ്. 2-3 വട്ടം വിക്രം വിക്രം എന്ന് വിളിക്കുന്നുണ്ട്. പക്ഷേ വിക്രം നല്ല ഉറക്കത്തിലാണ്, എഴുന്നേൽക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അവൾ ജഗ്ഗിലിരിക്കുന്ന വെള്ളം എടുത്ത് വിക്രമിൻ്റെ തലവഴി ഒഴിക്കുകയാണ്. വിക്രം ദേഷ്യം വന്ന് അങ്ങ് എഴുന്നേറ്റ് ഒരുപാട് തെറി അങ്ങ് പറയും. പച്ച തെറി അങ്ങോട്ട് വിളിച്ച് പറയുകയാണ്. ഇത് കേൾക്കുന്ന വേദ ചെവി അങ്ങ് പൊത്തി നിൽക്കുകയാണ്. എല്ലാം കഴിഞ്ഞ് വേദ ചോദിക്കുന്നുണ്ട്, എന്താടോ താനീ പറഞ്ഞത്, എന്തൊക്കെ തെറിയാടോ താൻ എന്നെ വിളിച്ച് പറഞ്ഞത്, ഞാനൊരു കേസ് അങ്ങ് കൊടുത്താലുണ്ടല്ലോ, സെക്ഷൽ ഹറാസ്മെൻറ്റിന് ഞാനൊരു കേസ് അങ്ങ് കൊടുക്കും, താൻ 5 വർഷം ജയിലിലാണ്, ഒരാളും തന്നെ പുറത്തിറക്കാൻ വരില്ല, അറിയോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് വിക്രം ഭയക്കുന്നുണ്ട്. സെക്ഷൽ ഹറാസ്മെൻറ്റോ, അതിന് ഞാനൊന്നും തന്നെ പറഞ്ഞില്ലല്ലോ എന്ന് പറയുകയാണ്. പിന്നെ എന്തൊക്കെ തെറിയാ, പച്ച തെറിയല്ലേ താൻ പറഞ്ഞത്, ഞാൻ ഇങ്ങനെയൊന്നല്ല തന്നെ വിചാരിച്ചത്, താനൊരു വിദ്യാഭ്യാസമുള്ള മനുഷ്യനല്ലേ, കുറച്ചൊക്കെ ഒരു മാനേഴ്സ് കാണിച്ചുകൂടെ തനിക്ക് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, താനല്ലേ താനും ഇതുപോലെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നോട്, ഇതിനു മുൻപ് പച്ചത്തെറി വിളിച്ച് പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, തന്നെ ഞാൻ തെറി വിളിക്കേ, എൻ്റെ അച്ഛനമ്മ എന്നെ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല, ഞാനൊന്നും തന്നെ അങ്ങനെ വിളിച്ചിട്ടില്ല, എവിടെ വെച്ചിട്ടാണ് വിളിച്ചത്, പറ എനിക്ക് കേൾക്കണം, അതെവിടെയാണെന്ന് എനിക്ക് അറിയണം എന്ന് പറയുകയാണ് വേദ. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, അത് അന്ന് നീ വർക്ക്ഷോപ്പിൽ വന്നില്ലേ, ആ സമയത്ത് എന്നെ തെറി വിളിച്ചില്ലേ എന്ന് പറയുകയാണ്. അപ്പോൾ ഞാൻ എപ്പോഴാണോ തൻ്റെ വർക്ക്ഷോപ്പിൽ വന്നത്, ഞാൻ വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ വിക്രം ഇങ്ങനെ ആലോചിക്കുകയാണ്. തെറി വിളിച്ചതും വേദ തെറി വിളിച്ചതും വർക്ക്ഷോപ്പിൽ വന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ പിന്നീടാണ് വിക്രമിന് മനസ്സിലായി താൻ സ്വപ്നം കാണുമായിരുന്നു അത് എന്ന്. അപ്പോൾ താൻ സ്വപ്നം കാണുമായിരുന്നു അത് എന്നിങ്ങനെ മനസ്സിൽ ചിന്തിക്കുമ്പോൾ വേദയോട് പറയുന്നുണ്ട്, പറ എന്ന് വേദ പറയുമ്പോൾ വിക്രം പറയുന്നുണ്ട്, അത് ഞാൻ ഒരു സ്വപ്നം കണ്ടതാ എന്ന് പറയുകയാണ്. അപ്പോൾ വേദ പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അപ്പോൾ താൻ എന്നെ സ്വപ്നത്തിലൊക്കെ കാണൽ തുടങ്ങിയില്ലേ എന്ന് ചോദിക്കുകയാണ്. ഞാനത് വേണമെന്ന് വെച്ചിട്ട് കണ്ടതൊന്നും അല്ല, കണ്ടുപോയി എന്ന് പറയുകയാണ് വിക്രം. വേദ പറയുന്നുണ്ട്, എന്നാലേ ഇനി ഞാൻ ഈ തെറി പറയുന്നതൊന്നും കാണരുത് കേട്ടോ, ഇനി മേലാൽ അങ്ങനെ കാണരുത് പറയുമ്പോൾ ഓക്കെ ശരി എന്ന് പറയുകയാണ് വിക്രം.
എന്തായാലും തൻ്റെ ഈ തിരുമോന്ത കാണാനൊന്നുമല്ല ഞാൻ നേരം വെളുക്കുമ്പോൾ ഇങ്ങോട്ട് വന്നത്. അച്ഛനും അമ്മ അമ്പലത്തിലേക്ക് പോയിട്ടുണ്ട്. ഇന്ന് അവരുടെ പിറന്നാൾ, അച്ഛൻ്റെ പിറന്നാളാണ്. അപ്പോൾ താൻ വേഗം അങ്ങോട്ട് ചെല്ല് എന്ന് പറയുകയാണ്. അപ്പോൾ വിക്രം എപ്പോഴും അവർ പോയതെന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ പോയിട്ടേ ഉള്ളൂ, അമ്പലത്തിലെത്തേണ്ട സമയമായിട്ടുള്ളൂ. ഇന്നലെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായതല്ലേ, താൻ വിക്രം ഒന്ന് പെട്ടെന്ന് ചെല്ല് എന്ന് പറയുകയാണ്. അപ്പോൾ വേഗം തന്നെ വിക്രം ചെന്ന് മുഖമെല്ലാം കഴുകി ഷർട്ടൊക്കെ ഇട്ട് പുറത്തേക്ക് പോവുകയാണ്. വേദ ചോദിക്കുന്നുണ്ട്, എന്താ വിക്രം ഞാനും കൂടെ വരണമെന്ന് ചോദിക്കുമ്പോൾ, ഓ താനൊന്നും വരണ്ട എന്ന് പറഞ്ഞ് വിക്രം അങ്ങ് പോവുകയാണ്. ഇതെല്ലാം കണ്ട് വിനായകൻ അകത്തുനിന്ന് വരുന്നുണ്ട്. അപ്പോൾ വിനായകൻ നന്ദിനിയോട് ചോദിക്കുന്നുണ്ട്, ഇവിടെ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ നന്ദിനി പറയുന്നുണ്ട്, അത് ചേട്ടൻ ഇന്നലെ വൈകിട്ടല്ലേ വന്നത്, അതുകൊണ്ട് എനിക്ക് പറയാൻ കഴിഞ്ഞില്ല എന്ന് പറയുകയാണ്. പിന്നീട് ഉണ്ടായ സംഭവങ്ങളെല്ലാം നന്ദിനി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ വിശ്വ ഇരിക്കുന്നുണ്ട്. വിശ്വം ഒരു തമാശ മട്ടിലാണ് ഇതെല്ലാം അവതരിപ്പിക്കുന്നത്. അപ്പോൾ ശ്രീജ പറയുന്നുണ്ട്, എന്താ നിങ്ങൾ ഇങ്ങനെ നിസ്സാരമാക്കി തള്ളുന്നത്, ഇന്നലെ അമ്മയ്ക്കൊരു അപകടം പറ്റേണ്ടത് തന്നെ, അമ്മയെ ലക്ഷ്യമിട്ട് തന്നെയാണ് അവർ വന്നതാണെന്ന് അച്ഛൻ പറയുന്നത്, നിങ്ങളെ നിസ്സാരമാക്കി തള്ളരുത് എന്ന് പറയുകയാണ്. ഇത് കേൾക്കുന്ന വിനായകൻ അയ്യോ ചതിച്ചോ എന്ന് പറഞ്ഞ് തലയിൽ കൈവയ്ക്കുകയാണ്. പക്ഷേ നന്ദിനി സൂക്ഷിച്ച് നോക്കുന്നുണ്ട് വിനായകനെ. ഇത് വേദയും കേൾക്കുന്നുണ്ട്. വേദയും എന്തുകൊണ്ടാണ് ഇവനിങ്ങനെ പറഞ്ഞ് എന്നുള്ളത് അന്തം വിട്ടുകൊണ്ട് നിൽക്കുകയാണ്.